പ്രിയപ്പെട്ടവരെ, നമുക്കിനി പത്രവാർത്തകളിലേക്കൊന്ന് കടക്കാം. ഞായറാഴ്ചയാണ്, അവധി ദിനമാണ്. വളരെ സാവധാനം എഴുന്നേൽക്കുന്നവരുണ്ടാവും. എന്നാലും പതിവ് പോലെ ചിട്ടയൊന്നും വിടാതെ എഴുന്നേറ്റ് രാവിലെ ക്ഷേത്രങ്ങളിൽ പോകാനും പള്ളിയിൽ പോകാനും ഒക്കെ തയ്യാറെടുത്ത് നിൽക്കുന്നവരുണ്ടാവും. നിങ്ങൾ പള്ളിയിലേക്കും അമ്പലങ്ങളിലേക്കും ഒക്കെയുള്ള യാത്രയിലാണെങ്കിൽ ഇതാ കേട്ടോളൂ ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ വാർത്തകൾ. നല്ല വാർത്തയിൽ നമുക്ക് തുടങ്ങാം. വത്തിക്കാനിൽ ലോകമത സമ്മേളനത്തിൻ്റെ 100ാം വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ ഇന്നലെ മാർപ്പാപ്പ സംസാരിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശത്തിന് കാലിക പ്രസക്തിയുണ്ട് എന്നാണ് മാർപ്പാപ്പ ഇന്നലെ വത്തിക്കാനിൽ പറഞ്ഞത്. ഞാൻ ആ വാർത്തയിൽ തുടങ്ങാം. എല്ലാ പത്രങ്ങളും, മലയാള പത്രങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഗുരു സന്ദേശം കാലിക പ്രസക്തം. ഫ്രാൻസിസ് മാർപ്പാപ്പ. ലോകത്ത് ജനങ്ങളും രാഷ്ട്രങ്ങളും തമ്മിലുള്ള അസഹിഷ്ണുത വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ശിവഗിരി മഠം വത്തിക്കാനിൽ സംഘടിപ്പിച്ച ലോക മത പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു മാർപ്പാപ്പ. ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ വത്തിക്കാൻ സ്ക്വയറിലെ അഗസ്റ്റീരിയൻ ഹാളിൽ നടന്ന ലോക മത പാർലമെന്റിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 180 പ്രതിനിധികൾ ഉൾപ്പെടെ 200ഓളം പേർ പങ്കെടുത്തു. മാർപ്പാപ്പയുടെ അനുഗ്രഹ പ്രഭാഷണത്തിനു ശേഷം കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പ്രാർത്ഥനാ ഗാനം ആലപിച്ചു. ലോകത്തെ എല്ലാ മനുഷ്യരും മതത്തിനും വംശത്തിനും സാംസ്കാരിക വ്യത്യാസങ്ങൾക്കും അപ്പുറം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന വ്യക്തമായ സന്ദേശമാണ് ശ്രീനാരായണ ഗുരു നൽകിയതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ആരോടും ഒരു തരത്തിലുള്ള വിരോധവും പാടില്ലെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഖേദകരമെന്ന് പറയട്ടെ, മതം, വംശം, നിറം, ഭാഷ മുതലായ വിഭാഗീയ ചിന്തകൾ മൂലം അക്രമങ്ങൾ ഉണ്ടാകുന്നത് ഇക്കാലത്ത് നിത്യസംഭവങ്ങളാണ് എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. നമ്മൾ മനുഷ്യരെല്ലാം ഒന്നാണ്, പല മതസാരവുമേകം എന്നുമാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അതാണ് വത്തിക്കാനിൽ മാർപ്പാപ്പ വലിയ പ്രാധാന്യത്തോടു കൂടി വിശദീകരിക്കുകയും ചെയ്തത്. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾക്ക് പ്രസക്തിയേറെയെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു എന്നാണ് മലയാള മനോരമ പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. നാമെല്ലാം ഒരു കുടുംബം. വത്തിക്കാനിൽ ശിവഗിരി മഠത്തിൻ്റെ സർവമത സമ്മേളനത്തെ ആശീർവദിച്ചു മാർപ്പാപ്പ. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അതിരുകൾ വിശാലമാക്കി ലോകമെല്ലാവർക്കും തുല്യതയോടെ ജീവിക്കാനാകുന്ന മാതൃകാ ഇടമായി മാറട്ടെ എന്ന് പ്രാർത്ഥനയുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ. മനുഷ്യരെല്ലാം ഒരേ കുടുംബത്തിലെ അംഗം എന്ന കരുതലാണ് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. 1924 ഗുരു ആലുവയിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ശിവഗിരി മഠം നടത്തുന്ന സർവമത സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മാർപ്പാപ്പ. ലോകമേ തറവാട് എന്ന ഭാരതീയ ചിന്തയെ ശ്രീനാരായണ ഗുരു ദർശനവുമായി ബന്ധിപ്പിച്ചായിരുന്നു മാർപ്പാപ്പയുടെ പ്രസംഗവും. ഒരു പക്ഷേ നമുക്ക് വംശങ്ങൾക്കും വർഗങ്ങൾക്കും ജാതിക്കും മതത്തിനും അതീതമായി ജീവിക്കാനുള്ള ഒരു തത്വചിന്ത നൽകിയ മനുഷ്യനാണ് ശ്രീനാരായണ ഗുരു. അതും ആത്മീയമായി തന്നെ അതിനുള്ള വഴിയും അദ്ദേഹം ഒരുക്കി എന്നുള്ളതാണ്. ബ്രാഹ്മണാധിപത്യത്തെ എതിർക്കുന്നതിനോടൊപ്പം താൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനാണെന്നും അങ്ങനെ ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചത് തൻ്റെ ഒരു അവകാശമാണെന്നും സ്ഥാപിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ആത്മീയമായി തന്നെ ഈ എല്ലാ മതങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന മനുഷ്യനെ കണ്ടെത്താൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഒരു ജാതി ഒരു മതം എന്നുള്ളതാണ്, ഒരു ഭേദവുമല്ലതിൻ, ഒരേ ആകാരമാണ് നമ്മൾ, ഒരേ മനുഷ്യരാണ് എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തയെന്ന് മാർപ്പാപ്പ പറയുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ, ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റാണ് ഇന്ന് എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്ത. ഫെയ്ഞ്ചൽ ചുഴലി തീരം തൊട്ടിരിക്കുന്നു എന്ന വാർത്ത എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്ക് എത്താം. അതോടൊപ്പം തന്നെ വയനാട് പുനരധിവാസത്തിൻ്റെ വാർത്തയും പത്രം പ്രാധാന്യത്തോടു കൂടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ഹിന്ദുവിലെ പ്രധാനപ്പെട്ട വാർത്ത ഫെയ്ഞ്ചൽ വാർത്തയാണ്. ആ വാർത്തയൊന്ന് നോക്കി വരാം. സൈക്ലോൺ ഫെയ്ഞ്ചൽ ബാറ്റേഴ്സ് നോർത്ത് തമിഴ്നാട് കോസ്റ്റ്, 3 ഡെഡ് ഇൻ ചെന്നൈ, ഫ്ലൈറ്റ്സ് ഹിറ്റ്. വിമാന സർവീസുകളെ ബാധിച്ചു. 3 പേർ ഈ ഫെയ്ഞ്ചൽ തീരം തൊട്ടതുമായി ബന്ധപ്പെട്ട മഴ അപകടങ്ങളിൽ മരിച്ചു. വടക്കൻ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ അത് ആന്ധ്രാപ്രദേശിലേക്ക് കടന്നിരിക്കുകയാണ്. സൈക്ലോൺ ഫെയ്ഞ്ചൽ വിച്ച് ക്രോസ്ഡ് ദി കോസ്റ്റൽ നിയർ പുതുച്ചേരി ഓൺ സാറ്റർഡേ നൈറ്റ് ട്രിഗേർഡ് ഹെവി റെയിൻ ആൻഡ് സ്ട്രോങ് വിൻഡ്സ് ഓവർ കോസ്റ്റൽ ഡിസ്ട്രിക്ട്സ് ഇൻ നോർത്ത് തമിഴ്നാട്. വടക്കൻ തമിഴ്നാട്ടിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും കാരണമായി തീർന്നു. പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ ഉണ്ടായി എന്ന് തന്നെയാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശാഭിമാനിയുടെ പ്രധാന തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് വിറച്ച് തമിഴ്നാട് എന്നാണ്. ഫെയ്ഞ്ചൽ ചുഴലി തീരം തൊട്ടു. പുതുച്ചേരിക്കും കാരക്കലിനും ഇടയിലാണ് തീരം തൊട്ടത്. ജനജീവിതം സ്തംഭിച്ചു. ചെന്നൈയിൽ ATM നിന്ന് ഷോക്കേറ്റ് അതിഥി തൊഴിലാളി മരിച്ചു എന്നാണ് ഫെയ്ഞ്ചൽ തീരം തൊട്ട വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. പുതുച്ചേരിയിലും ആന്ധ്രയിലും കനത്ത മഴ. തമിഴ്നാട്ടിൽ 329 ദുരിതാശ്വാസ ക്യാമ്പ്, വിമാനത്താവളം അടച്ചു. 50ലേറെ വിമാനം റദ്ദാക്കി. 19 വിമാനം വഴിതിരിച്ചു വിട്ടു. പ്രഭാവം കേരളത്തിലും ഉണ്ടാകും എന്ന് ദേശാഭിമാനി പറയുന്നു.
ഫെയ്ഞ്ചൻ ചുഴലിയുടെ പ്രഭാവത്തിൽ കേരളത്തിലും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും പൊതുവെ മേഘാവൃതമായ കാലാവസ്ഥയാണുള്ളത്. വിവിധയിടങ്ങളിൽ മഴയും പെയ്തു. ഫെയ്ഞ്ചിൽ കരകയറിയ ശേഷമാവും കേരളത്തിൽ ശക്തമായ പ്രഭാവം ഉണ്ടാവുകയെന്നാണ് വിലയിരുത്തൽ. ഞായറാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ്. തിങ്കൾ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ചൊവ്വാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും നാളെയും മഴ കനക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് പുറത്തു പോകുമ്പോൾ കയ്യിൽ കുട കരുതാൻ മറക്കരുത്. മലയാള മനോരമയിലെ പ്രധാനപ്പെട്ട വാർത്ത ആദ്യ പേജിൽ ഒരു ജാക്കറ്റ് പേജുണ്ട്. ആ പേജിൽ വാർത്ത കൊടുത്തിരിക്കുന്നത് ഹേമ കമ്മിറ്റി സുപ്രധാന നീക്കവുമായി അന്വേഷണ സംഘം എന്ന വാർത്തയാണ്. മൊഴികളിൽ 35 കേസുകളാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ 24 കേസുകൾ പുറമെ. മൊഴിയെടുക്കലും കേസെടുക്കലും അതീവ രഹസ്യമായി. ഹേമ കമ്മിറ്റി വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഇതുവരെ എടുത്തത് 35 കേസുകളാണ്. കമ്മിറ്റിയിൽ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലെടുത്ത ഈ കേസുകളിൽ ഭൂരിഭാഗവും ലൈംഗിക പീഡന കേസുകളാണ്. 5 കേസുകൾ വരെ ചുമത്തപ്പെട്ട പ്രമുഖരുമുണ്ട് കൂട്ടത്തിൽ. SIT അന്വേഷണത്തിനെതിരെ സുപ്രീം കോടതിയിൽ വന്ന ഹർജികൾ ഈ കേസുകളെ തുടർന്നാണെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു. വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നടൻ സിദ്ദിഖ് അടക്കമുള്ളവർക്കെതിരെ എടുത്ത 24 കേസുകൾ ഇവയ്ക്ക് പുറമെയാണ്. കമ്മിറ്റി മുൻപാകെ പരാതി ഉന്നയിച്ചവർക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ പോലും കുറ്റവാളികളെ വെറുതെ വിടാൻ പാടില്ല എന്ന് സർക്കാർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള കേരള ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിക്കുള്ള മറുപടിയിലാണ് സർക്കാർ നിലപാട് അറിയിച്ചിരിക്കുന്നത്. ഭീഷണിക്കും പരിഹാരമുണ്ട്. ഹേമ കമ്മിറ്റി പരാതി നൽകിയവരെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന പരാതിയും കോടതിക്ക് മുൻപിലെത്തി. വിമൻ ഇൻ സിനിമ കളക്ടീവിന്റെ പരാതിയിൽ പ്രശ്നങ്ങൾ അറിയിക്കാൻ നോഡൽ ഓഫീസറെ നിയമിക്കണമെന്ന് SITയോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വാർത്തയുള്ളത് യൂത്ത് കോൺഗ്രസ് മാർച്ചിനു നേരെ ഇന്നലെ വയനാട്ടിലുണ്ടായ ലാത്തിച്ചാർജ് വലിയ പ്രാധാന്യത്തോടു കൂടി മനോരമ ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയും കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ ജംഷീർ പള്ളിവേലിനെ പോലീസ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് മനോരമ പത്രം ആദ്യ പേജിൽ ചിത്രസഹിതം കൊടുക്കുന്നു. യൂത്ത് കോൺഗ്രസ് മാർച്ചിനു നേരെ ലാത്തിച്ചാർജ്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവഗണിക്കുകയാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ 5 തവണ ലാത്തിച്ചാർജ് നടത്തിയ പോലീസ് കണ്ണീർവാതകവും പ്രയോഗിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ C അരുൺ ദേവ്, അമൽ ജോയ്, അങ്ങനെ തുടങ്ങി നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നാണ് മനോരമ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അതേ വാർത്ത തന്നെ മാതൃഭൂമിയിലും പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. വയനാട് പുനരധിവാസം ആശ്വസിക്കാൻ വകയില്ല, കേരളം ചോദിച്ചതിൽ പകുതി പോലും കിട്ടിയില്ല എന്നാണ് മാതൃഭൂമി പത്രം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളം ആവശ്യപ്പെട്ടത് 2219 കോടി, പരമാവധി 600 മുതൽ 700 കോടി രൂപ വരെ കിട്ടിയേക്കും. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പുനർനിർമ്മാണ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി കേരളം നൽകിയ 2219 കോടി രൂപയുടെ പാക്കേജിൽ പകുതി പോലും ലഭിച്ചേക്കില്ല. കേന്ദ്ര ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം കേരളത്തിന്റെ റിപ്പോർട്ടിൽ സൂക്ഷ്മ പരിശോധന നടത്തി വരികയാണെങ്കിലും ഇതിൽ 600 മുതൽ 700 കോടിക്ക് മുകളിൽ നൽകാൻ വകുപ്പില്ലെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിരിക്കുകയാണ്. 2200 കോടി രൂപ വേണം എന്നാണ് കേരളം ആവശ്യപ്പെട്ടത്. 700 കോടിയെങ്കിലും കിട്ടിയാൽ അത്രയും ഭാഗ്യം എന്നാണ് ദേശീയ ദുരന്ത നിവാരണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ പോലീസ് മർദ്ദിച്ച ജംഷീർ പള്ളിവേൽ പോലീസിനോട് കയർക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എണ്ണി നോക്കിയാൽ ഒരു 10-16 അടിയുടെ പാടുകൾ ജംഷീറിൻ്റെ ശരീരത്തുള്ളതും പത്രത്തിൽ ആദ്യ പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചു കേട്ടോ ഇന്നലെ പോലീസ്. ശരിക്കും പറഞ്ഞാൽ നമ്മളതിന് കൊടുത്ത് തലക്കെട്ട് നരനായായിട്ട് എന്നാണ്. തല്ലിച്ചതക്കിയായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ. തീർച്ചയായിട്ടും അത് ചെയ്യാൻ പാടില്ല. കാരണം ദുരിതബാധിതർക്ക് വേണ്ടി നടത്തിയ ഒരു സമരം, ആ സമരത്തോട് പോലീസ് അല്പമൊക്കെ അനുഭാവം കാണിക്കേണ്ടിയിരുന്നു എന്നതാണ് നമ്മുടെയും നിലപാട്. പ്രിയപ്പെട്ടവരെ, ഇനി ഉൾപേജിൽ മലയാള മനോരമയിലേക്ക് പോയാൽ ഭൂമി തരം മാറ്റൽ ഫീസ് വക മാറ്റിയ കേസിൽ സർക്കാരിന് തിരിച്ചടയ്ക്കണം 1510 കോടി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ആ വാർത്ത ഞാൻ വായിക്കാം. നമ്മൾ ഈ നിലമൊക്കെ ഈ പാടമുണ്ടല്ലോ, നെൽപ്പാടം, അത് തരം മാറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫീസ് യഥാർത്ഥത്തിൽ നെല്ലിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർഷകർക്ക് കൊടുക്കണം എന്നാണ് ചട്ടം. എന്നാൽ എന്താണ് സംഭവിച്ചത് നോക്കൂ. ഭൂമി തരം മാറ്റിയ വകയിൽ ഫീസായി ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത 1510 കോടി രൂപ വകമാറ്റി ചെലവഴിച്ച കേസിൽ സർക്കാരിന് തിരിച്ചടി. മുഴുവൻ തുകയും ഒരു വർഷത്തിനകം കാർഷികാഭിവൃദ്ധി ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കണമെന്നും ഇന്നു മുതൽ പിരിക്കുന്ന തുക നേരിട്ട് ഫണ്ടിലേക്ക് അടയ്ക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു.
വേലുപ്പാടം സ്വദേശി ടി എൻ മുകുന്ദൻ നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ച് വിധി പറഞ്ഞത്. തിരിച്ചടയ്ക്കേണ്ട തുകയുടെ 25% 4 മാസത്തിനകം അടയ്ക്കണം എന്നാണ് പറയുന്നത്. 4 വർഷമാണ് ഇത് മൂടിവെച്ചത്. തുക വകമാറ്റിയതിലെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടുന്ന ഓഡിറ്റ് റിപ്പോർട്ടും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ കത്തും സർക്കാർ 4 വർഷത്തോളമാണ് മൂടിവെച്ചത്. ഇതേ വാർത്ത മാതൃഭൂമി പത്രവും വലിയ പ്രാധാന്യത്തോടു കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തലക്കെട്ട് നെൽകൃഷിക്ക് കോളടിച്ചു എന്നാണ്. ഭൂമി തരംമാറ്റ ഫീസ് കൃഷിക്ക് നൽകണമെന്നുള്ള ഹൈക്കോടതി വിധി. 1-2 1510 കോടി രൂപയാണ് തരംമാറ്റ ഫീസായിട്ട് ഈ കാർഷികാഭിവൃദ്ധി ഫണ്ടിലേക്ക് ലഭിക്കുക. 4 മാസത്തിനകം ഇതിൻ്റെ 25% തുക കാർഷികാഭിവൃദ്ധി ഫണ്ടിലേക്ക് നൽകണം. ബാക്കി തുക നൽകാൻ 1 വർഷം സാവകാശമുണ്ട്. നോക്കൂ, 4 വർഷം കൊണ്ട് കൊടുത്തത് വെറും 6 ലക്ഷം രൂപയാണ്. നിയമം പ്രാബല്യത്തിലായത് കഴിഞ്ഞ ഒക്ടോബർ 18 വരെ 1510 കോടി രൂപ ഭൂമി തരംമാറ്റം വഴി ലഭിച്ചു എന്നാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ പറയുന്നത്. എന്നാൽ 6 ലക്ഷം രൂപ മാത്രമാണ് കാർഷികാഭിവൃദ്ധി ഫണ്ടിലേക്ക് അടച്ചത് എന്നുകൂടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി തുക ഇനി അടയ്ക്കണം. 15.35 കോടി രൂപ താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം, കമ്പ്യൂട്ടർ, വാഹനങ്ങളുടെ വാടക എന്നിവയിൽ ചെലവഴിച്ചതായിട്ട് പറയുന്നു. നല്ല കാർഷികാഭിവൃദ്ധി അല്ലേ? അത് കർഷകർക്ക് കിട്ടേണ്ട പണമായിരുന്നു. ആ പണമാണ് കഴിഞ്ഞ 4 വർഷമായി മുഖം മൂടി വെച്ചിരിക്കുന്നത് എന്നതാണ്. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് മുഖം നോക്കാതെ നടപടി എന്ന വാർത്ത കൂടി മാതൃഭൂമി പത്രം ആദ്യ പേജിൽ പ്രസിദ്ധീകരിക്കുന്നു. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇന്നലെയാണ് മുഖ്യമന്ത്രി ആ ഉന്നതതല യോഗം വിളിച്ചത്. ആ ഉന്നതതല യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, അതേപോലെ ധനകാര്യമന്ത്രിയും പങ്കെടുത്തിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്താനും ധനവകുപ്പ് പരിശോധന തുടരാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മസ്റ്ററിംഗിൽ മുഖം നോക്കും എന്നുകൂടി വരുന്നു. അപ്പോൾ ഇനി മസ്റ്ററിംഗ് കേവലം ഒരു യാന്ത്രിക പ്രക്രിയ ആയിരിക്കില്ല. മരിച്ചവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും, വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും, അതിന് മുഖം തിരിച്ചറിയുന്ന ഫേസ് ഓഥന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ സീഡിംഗ് എന്നിവ നിർബന്ധമാക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും വേണം. നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പം നമ്മുടെ കണ്ണിൻ്റെ റെറ്റിന വെച്ചുകൊണ്ട് അതിലെ ഐഡൻറ്റിറ്റി നോക്കിക്കൊണ്ടാണ് നമ്മുടെ ഇമിഗ്രേഷൻ പ്രോസസ്സ് പോലും ക്ലിയർ ചെയ്യുന്നത്. സാങ്കേതികവിദ്യ ഇത്രയധികം വികസിച്ചു. നമ്മളിൽ എല്ലാവരുടെയും ബയോമെട്രിക് പെൻജിങ് ആധാറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് വേണം മസ്റ്ററിംഗ് ചെയ്യാൻ. അങ്ങനെ മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ വലിയ തട്ടിപ്പുകൾക്കുള്ള സാധ്യത ഇല്ലാതാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി പാർട്ടിക്കുള്ളിലെ പ്രശ്നം, വിഭാഗീയ പ്രശ്നങ്ങൾ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. അത് കരുനാഗപ്പള്ളിയിലുണ്ട്, പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലുണ്ട്, ആലപ്പുഴയിൽ അമ്പലപ്പുഴയിലുമുണ്ട്. പല ഇടങ്ങളിൽ നടക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങൾ. ആ വിഭാഗീയ പ്രശ്നങ്ങളിൽ ക്രമസമാധാന പ്രശ്നങ്ങളിൽ നട്ടം തിരിഞ്ഞ് CPIM എന്നാണ് മലയാള മനോരമ ഈ CPIMനുള്ളിലെ വിഭാഗീയ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ തിരിച്ചടികൾക്ക് പിന്നാലെ സമ്മേളന കാലത്തെ സംഘടനാ പ്രശ്നങ്ങളിൽ CPM വലയുന്നു. വിഭാഗീയതയെ തുടർന്ന് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടപ്പോൾ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനം നടന്നു. വിമതർ സമാന്തര ഓഫീസും തുറന്നു. അതിന് EMS സെന്റർ എന്ന് പേരുവിട്ടു. ആലപ്പുഴയിലെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയ ജില്ലാ പഞ്ചായത്ത് അംഗം ബിപിൻ സി ബാബു പാർട്ടി വിട്ട് BJPയിൽ ചേർന്നു. ഇടതുപക്ഷത്തിനൊപ്പമുണ്ടെങ്കിലും CPMുമായി ചേർന്ന് പ്രവർത്തിക്കാനില്ലെന്ന് ബിപിൻ്റെ അമ്മയും ഏരിയ കമ്മിറ്റി അംഗവുമായ KL പ്രസന്നകുമാരിയും നിലപാടെടുത്തു. ഇതെല്ലാം CPMന് ക്ഷീണമായി. കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടത് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യം വഹിക്കാനിരിക്കുന്ന കൊല്ലത്തെ CPMനെ പ്രതിസന്ധിയിലുമാക്കി. നാളെ തുടങ്ങാനിരിക്കുന്ന ഏരിയ സമ്മേളനവും ഉപേക്ഷിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ സമ്മേളന ഹാളിൽ പൂട്ടിയിടുകയും നേതൃത്വത്തെ ചോദ്യം ചെയ്ത് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനം നടത്തുകയും ചെയ്തത് CPMൽ പതിവില്ലാത്തതാണ്. അപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ CPMന് ഒട്ടും അനുകൂലമല്ല. പ്രത്യേകിച്ച് CPMൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാനിരിക്കെയാണ് ഈ രീതിയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് മാതൃഭൂമിയുടെ ഒരു വാർത്തയാണ്. പിഴത്തുക വിഴുങ്ങി ചെല്ലാൻ സൈറ്റ് എന്നാണ്. ഗതാഗത നിയമലംഘനത്തിന് ചെല്ലാൻ ഒടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കേട്ടോളൂ ഈ വാർത്ത. പരാതി നൽകാൻ സംവിധാനമില്ല. ഗതാഗത നിയമലംഘനത്തിന് ചെല്ലാൻ വെബ്സൈറ്റ് വഴി ഓൺലൈനിൽ പണമടച്ചവരുടെ തുക നഷ്ടമായി. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം കുറവ് വന്നുവെങ്കിലും പിഴ ഒടുക്കിയതായി കാണിക്കുന്നില്ല. വീണ്ടും അടയ്ക്കണമെന്ന സന്ദേശമാണ് തെളിയുന്നത്. പൂർത്തിയാകാത്ത പണമിടപാട് പരിശോധിക്കാനുള്ള വെബ്സൈറ്റിലെ സംവിധാനം പ്രവർത്തനരഹിതമാണ്. പരാതിപ്പെടാൻ മറ്റു വഴികളൊന്നും അതിലില്ല. കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ചെല്ലാൻ സൈറ്റിലാണ് പോലീസ്, മോട്ടോർ വാഹന വകുപ്പുകൾ ചുമത്തുന്ന കേസുകൾക്ക് പിഴ അടയ്ക്കേണ്ടത്. 2 ആഴ്ചയായി അപേക്ഷകരെ വലച്ച വാഹൻ സോഫ്റ്റ്വെയർ തകരാറിനോടൊപ്പം ചെല്ലാനും പണിമുടക്കുന്നു. അതിനുശേഷം പ്രവർത്തനക്ഷമമായപ്പോഴാണ് പണമിടപാടിൽ കുഴപ്പമുണ്ടായത്. വാഹന വിൽപ്പന, ഫിറ്റ്നസ് രജിസ്ട്രേഷൻ പുതുക്കി
സൈക്കിൾ എന്നിവയ്ക്ക് പിഴ കുടിശ്ശിക തീർക്കേണ്ടതുണ്ട്. അങ്ങനെ പിഴയൊടുക്കിയവരാണ് കഴിഞ്ഞ ദിവസം കുഴങ്ങിയത്. പിന്നീട് ഇവർ RTO ഓഫീസിൽ പോലീസ് മൊബൈൽ പെട്രോൾ വാഹനങ്ങളിലെ പോസ്റ്റ് മെഷീൻ മുഖേന വീണ്ടും പിഴ അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ ചെല്ലാൻ മുഖേന പിഴ അടയ്ക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ആ പണം നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ കൃത്യമായിട്ടത് ക്രെഡിറ്റ് ചെയ്യുകയും ഇല്ല. മെയ്തി കുക്കി സംഘർഷം പുതിയ തലത്തിലേക്ക് പോവുകയാണ് എന്ന വാർത്ത കൂടി പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മണിപ്പൂർ ദേശീയ സംഘർഷവുമായി ബന്ധപ്പെട്ട് മണിപ്പൂർ മിസോറാം സർക്കാരുകൾ പോരിലേക്ക് പോകുന്നു. ജനങ്ങൾക്കും സംസ്ഥാനത്തിനും BJPക്കും മണിപ്പൂർ മുഖ്യമന്ത്രി ബാധ്യതയാണെന്ന മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമയുടെ പ്രസ്താവനയ്ക്കെതിരെ മണിപ്പൂർ സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും രണ്ട് സർക്കാരുകളിലേക്ക് അത് പോകുന്നത് ഒട്ടും ആശാസ്യകരമായ കാര്യവും അല്ല. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം, ഇന്ന് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമാണ്. നമ്മൾ പൂജ്യത്തിലേക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ലോക എയ്ഡ്സ് ദിനത്തിലുള്ള പ്രധാനപ്പെട്ട